ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 എന്ന രോഗവ്യാപനത്തെ തുടർന്ന് നമ്മൾ പലരും ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്നും +1ലേക്ക് പ്രവേശനം ലഭിച്ച് ബയോളജി സയൻസ് എന്ന വിഷയം ഉപരിപഠനം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബയോളജി സയൻസിലെ പ്രധാന വിഷയം ബയോളജി തന്നെയാണ്. അപ്പോൾ ബയോളജി എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്ക് വരുമ്പോൾ ബയോളജി എന്ന വിഷയം രണ്ട് സബ്ജക്റ്റായി മാറിയിരിക്കുകയാണ്. ഒന്ന് ബോട്ടണി, മറ്റൊന്ന് സുവോളജി. ബോട്ടണി എന്ന് ചർച്ച ചെയ്യുന്നത് സ്റ്റഡി ഓഫ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനമാണ്. സുവോളജിയിൽ സ്റ്റഡി ഓഫ് അനിമൽ കിങ്ഡം ആൻഡ് ഹ്യൂമൻ ബീങ്സ്, ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും അനിമൽസിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ സുവോളജിയിൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബോട്ടണിയിലെ ദ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ ഈ ചുറ്റും കാണുന്ന പല മൃഗങ്ങളെയും പ്ലാന്റ്സിനെയും നമ്മുടെ ഈ സയന്റിസ്റ്റ് പല രൂപത്തിലും ഭാവത്തിലും പല തരത്തിലും ഇവയെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സയന്റിസ്റ്റ് നടത്തിയ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ഈ പാഠഭാഗം ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ക്ലാസിഫിക്കേഷൻ നടത്തിയത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. മോർഫോളജിക്കൽ സ്ട്രക്ചർ, പുറമേ കാണുന്ന സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്ലാന്റ്സിനെ ട്രീസ്, ഹെർബ്സ് ആൻഡ് ഷർബ്സ് അങ്ങനെ മൂന്ന് കാര്യങ്ങളാക്കിയിട്ട് അദ്ദേഹം ഇതിനെ ക്ലാസിഫൈ ചെയ്തു. രണ്ടാമതായിട്ട് വന്ന ക്ലാസിഫിക്കേഷൻ ആണ് കാർലസ് ലിനേയസ് നടത്തിയ ദ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമാലിയ, ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഇതിൽ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ പ്ലാന്റ്സും എല്ലാ അനിമൽസും ഈ പ്ലാന്റിലും ഈ അനിമലിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് യൂക്കാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക് ഡിഫറൻസ് വ്യക്തമാക്കാൻ സാധിച്ചില്ല. എന്താണ് യൂക്കാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക്? ഇവ രണ്ടും ഒരു സെല്ലാണ്. ഒരു സെല്ലിന് പ്രധാനമായിട്ടുള്ള ഘടകം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിന് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, പ്രോകാരിയോട്ടിക് സെല്ലിന് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല എന്ന ഡിഫറൻസ് അദ്ദേഹത്തിന് വ്യക്തമാക്കാൻ സാധിച്ചില്ല. അതിലുപരി യൂണിസെല്ലർ ആൻഡ് മൾട്ടി സെല്ലർ എന്നതിന്റെ ഒരു വിഷയം അദ്ദേഹത്തിന് വ്യക്തമാക്കാൻ സാധിച്ചില്ല. അടുത്ത ഒന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നത് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ആൽഗെ, നോൺ ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഫംഗി. ഫോട്ടോസിന്തറ്റിക് എന്താണ്? Plants prepare their own food in presence of sunlight, water, carbon dioxide, etc. അപ്പോൾ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇതൊന്നും വ്യക്തമാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും ഫ്ലോപ്പായി. അടുത്തതായിട്ട് വന്ന ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ 1969 RS വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉള്ളത് ദ കിങ്ഡം മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് അനിമാലിയ. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഈ മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് അനിമാലിയ എന്ന ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് സെൽ സ്ട്രക്ചർ. സെൽ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത്, സെല്ലിന്റെ സ്ട്രക്ചർ. അടുത്തത് മോഡ് ഓഫ് ന്യൂട്രിയൻസ്. അത് ഹെറ്ററോട്രോപ്സ് ആണോ അതോ ഓട്ടോട്രോപ്സ് ആണോ? ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഫുഡിന് വേണ്ടി മറ്റുള്ള പ്ലാന്റ്സിനെ ആശ്രയിക്കുക. പ്ലാന്റ്സ് ഡിപെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ദെയർ ഓൺ ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ള പ്ലാന്റ്സിനെ ആശ്രയിക്കുക. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, സ്വയം അവ ഭക്ഷണം ഉണ്ടാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തി. അടുത്തത് താലസ് ഓർഗനൈസേഷൻ. അവയ്ക്ക് ലീവ്സ് ഉണ്ടോ, സ്റ്റെം ഉണ്ടോ, അതോ അതിനേക്കാളും ഫിലമെന്റ് രൂപത്തിലാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്ലാസിഫിക്കേഷൻ നടത്തി. അടുത്തതായിട്ട് റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതിന്റെ റീപ്രൊഡക്ഷൻ സെക്ഷൽ ആണോ അതോ അസെക്ഷൽ ആണോ അതോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അവസാനമായിട്ട് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്താൻ തിരഞ്ഞെടുത്ത വിഷയം ഫൈലോജനിക് റിലേഷൻഷിപ്പ്. ഈ സ്പീഷീസിനൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്റേഴ്സ് ഉണ്ടോ, ഒരു പൂർവികന്മാരുണ്ടോ എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അപ്പോൾ ഏതൊക്കെയാണ്? സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രിയൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു പോർഷനിലൂടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.